ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയാണ്. നമ്മുടെ അടുത്ത മാനുവൽ കാർ ഉണ്ടാവും. മാനുവൽ കാറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ട്രാഫിക് ബ്ലോക്കും ഗിയർ മാറ്റാൻ ക്ലച്ച് ചവിട്ടി നമ്മുടെ കാലൊക്കെ വേദനിക്കുന്നുണ്ട്. അതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നത്. ഇവിടെ നെക്സോൺ, എൻ്റെ മാനുവൽ നെക്സോൺ. ഈ വണ്ടി ഓൾറെഡി ഓടിക്കഴിഞ്ഞത് 1,77,800 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇതിൽ 1,00,000 കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ക്ലച്ച് എന്ന് പറയുന്ന ഓട്ടോമാറ്റ് ഇന്ത്യയുടെ ആട്ടോ ക്ലച്ച് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ കോമ്പണൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ അതിനൊരു സെൻസർ ഉണ്ടാവും. ഈ കാണുന്നത് അതിൻ്റെ ഒരു സെൻസറാണ്. പിന്നെ നമ്മുടെ സീറ്റിനടിയിലായിട്ട് അതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ മദർ ബോർഡ് എന്ന് പറയുന്ന സാധനവും, പിന്നെ അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ നമുക്കിത് ഓഫാക്കാനും ഓൺ ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. പിന്നെ അതൊരു മോട്ടോറുമായി ബന്ധിപ്പിച്ചിട്ട് നമ്മുടെ ക്ലച്ച് പെഡലിനെ അവർ ഒരു ചെയിനിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 2 റെഗുലേറ്റർ പോലത്തെ സ്വിച്ച് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് അഥവാ വല്ലപ്പോഴും ആട്ടോ ക്ലച്ചിൻ്റെ പൊസിഷൻ എവിടെയെങ്കിലും ജാമാവുകയാണെങ്കിൽ ആ ക്ലച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് താഴോട്ട് ഞെക്കിയാൽ നമുക്ക് ആവശ്യമുള്ള പൊസിഷൻ വെച്ചിട്ട് അതിനെ തിരിച്ച് കൊണ്ടുവരാനാവുന്നതാണ്. ഇനി ഈ രണ്ടാമത്തെ സ്വിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലച്ച് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ ആവശ്യമായ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനാവുന്നതാണ്. എത്ര വേഗത്തിൽ അത് അകത്തു നിന്നും പുറത്തോട്ട് വരുന്നു എന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു റൊട്ടേറ്റിംഗ് സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇനി ഇത് വണ്ടി സ്റ്റാർട്ടായാൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിച്ചു തരാം. പിന്നെ ബ്രേക്ക് അമർത്തിയാലും ഈ ക്ലച്ച് അമങ്ങുന്നതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനത് കാണിച്ചു തരുന്നതാണ്. ആദ്യം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ക്ലച്ച് അമർത്തി പിടിക്കുന്നു. കീലെസ് എൻട്രി ആണ് നെക്സോൺ. വണ്ടി ഓണായി കഴിഞ്ഞു. ന്യൂട്രലാണുള്ളത്. ഇവിടെയുള്ള സെൻസറിൽ ഞാൻ സ്പർശിക്കുമ്പോൾ ക്ലച്ച് പെഡൽ ഉള്ളിലോട്ട് വലിയുന്നത് കാണാൻ പറ്റുന്നതാണ്. കണ്ടോ? നമ്മൾ ഗിയർ മാറ്റാൻ ഈ സെൻസർ പ്രസ് ചെയ്യുമ്പോൾ ക്ലച്ച് ഉള്ളിലോട്ട് അമുങ്ങുന്നതാണ് ക്ലച്ച് പെഡൽ. നമുക്ക് ഇഷ്ടമുള്ള ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോഴും ക്ലച്ച് ഉള്ളിലോട്ട് അമുങ്ങുന്നതാണ്. ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ അത് പഴയതുപോലെ മുഴുവൻ വരത്തില്ല, ഹാഫ് ക്ലച്ച് പൊസിഷനിൽ ഒന്ന് നിൽക്കുന്നതാണ്. ചവിട്ടി ക്ലച്ച് അമുങ്ങി, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ഹാഫ് പൊസിഷനിൽ ക്ലച്ച് വന്നിരിക്കുകയാണ് തിരിച്ച്. സെൻസർ തൊട്ടു, ക്ലച്ച് അകത്തോട്ട് പോയി, ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. സെൻസറിൽ നിന്നും കൈ എടുത്തതും ഹാഫ് ക്ലച്ചായി വണ്ടി പതിയെ മൂവാൻ തുടങ്ങുകയാണ്. വണ്ടി 1500 RPM റീച്ച് ആവുമ്പോൾ ക്ലച്ച് പരിപൂർണമായി പുറത്തു വന്നിട്ടുണ്ടാകും. വീണ്ടും ഗിയർ ഷിഫ്റ്റ് ചെയ്യാണ്. സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞു. ക്ലച്ച് പുറത്തോട്ട് വന്നു കഴിഞ്ഞു. നിർത്തുവാൻ വേണ്ടി ബ്രേക്ക് അമർത്തുമ്പോൾ ക്ലച്ചും അകത്തോട്ട് അമരുകയാണ്. ഇതാണ് ഇതിൻ്റെ തത്വം. എൻജിൻ RPM 1000-ൽ താഴെയുള്ളപ്പോൾ മാത്രമേ ബ്രേക്ക് ചവിട്ടുമ്പോൾ ക്ലച്ച് പെഡൽ അകത്തോട്ട് അമരത്തുള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടിയ ഉടനെ ക്ലച്ചും ചേർന്നമരും എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതുമില്ല. വണ്ടി സ്റ്റോപ്പാകും എന്ന സ്ഥിതി വരുമ്പോൾ മാത്രമേ ക്ലച്ച് അമുങ്ങത്തുള്ളൂ. ആട്ടോ ക്ലച്ചിൻ്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞില്ല. ഓട്ടോമാറ്റ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്കിത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും കിട്ടും. ഞാനിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പൂനെയിൽ നിന്നാണ്. അവർക്ക് അറായി സർട്ടിഫിക്കറ്റും ഉണ്ട്.
ഇത് ഞാൻ ഫിറ്റ് ചെയ്യാൻ കാരണം തന്നെ മുംബൈയിലുള്ള ട്രാഫിക്കിൽ ക്ലച്ച് ചവിട്ടി കാലിന് ക്ഷീണം പിടിച്ചത് കൊണ്ട് തന്നെയാണ്. ഇപ്പം അതൊരു IMT ടെക്നോളജി നമ്മൾ കേട്ട് കാണും. ഉണ്ടായിലൊക്കെ വരുന്ന ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നവർ വിളിക്കുന്ന IMT. ഇത് തന്നെയാണ് സംഭവം. അത് നമ്മുടെ മാനുവൽ വണ്ടിക്ക് വിടാം. ഇതിനെ കൊണ്ടുള്ള ഒരു ഗുണം എന്ത് വന്നു കഴിഞ്ഞാൽ മാനുവലായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് മാനുവലായിട്ട് ഓടിക്കാം. അല്ല നമുക്ക് വന്നിട്ട് ക്ലച്ചൊക്കെ ചവിട്ടാൻ വയ്യ, പാതി ഓട്ടോമാറ്റിക് വേണം, ക്ലച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അമങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. താങ്ക് യു.